എല്ലാരോടുമായിട്ട് ഞാൻ പറയാണ്, ഇന്നു മുതൽ ഇവന് കൃത്യം 2 നേരം ഭക്ഷണം, അതും ആരാ വയറ്. അപ്പൊ ഇതേപോലെ നിങ്ങളും വെയിറ്റ് കുറയ്ക്കാനുള്ള പദ്ധതിയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പാലക്കാടിന്റെ സ്വന്തം ഹോർമോൺ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പ്രേം നാരായണൻ. അപ്പോ നമുക്ക് വെയിറ്റ് കുറയ്ക്കുമ്പോഴത്തേക്കും ചില ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഭക്ഷണം കുറയ്ക്കില്ല, അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്നുള്ള ക്ഷീണം അല്ലെങ്കിൽ ഫറ്റീഗ്നെസ് വരാം. 2, നമ്മൾ വെയിറ്റ് കുറയ്ക്കുമ്പോഴത്തേക്കും തലവേദന, നമുക്ക് ചിലർ പറഞ്ഞ പോലെ ഡീഹൈഡ്രേഷൻ ഒക്കെ വന്നിട്ട് ഹെഡേക്ക് പറയാറുണ്ട്. 3, മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ ചിലർ കംപ്ലൈന്റ് ചെയ്യാറുണ്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നവർ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫൈബർ ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. 4, നമ്മൾ കോമൺ ആയിട്ട് വേറൊരു വിഷയം കാണുന്നത് ഹെയർ ലോസ് ചിലപ്പോൾ കാണാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് അഥവാ വൈറ്റമിൻസ് മിനറൽ സപ്ലിമെന്റേഷൻ ആവശ്യമായി വന്നേക്കാം. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 5ാമത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ പ്രോട്ടീൻ ലോസ് വരാം, അതായത് മസിൽ മാസ് കുറയാം. എപ്പോഴും നമ്മൾ വെയിറ്റ് കുറയ്ക്കുമ്പോഴത്തേക്കും ഫാറ്റ് മാത്രമല്ല ശരീരത്തിൽ നിന്ന് പോകാൻ പോകുന്നത്, കുറച്ച് മസിൽ ലോസും വരും. അപ്പോൾ മസിൽ ലോസ് വരാതിരിക്കാനായിട്ട് പ്രോട്ടീൻ ഭക്ഷണങ്ങൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുക. പിന്നെ വെയിറ്റ് ട്രെയിനിങ് അഥവാ മസിൽ ട്രെയിനിങ്ങും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. പിന്നെ 6ാമത്തെ ഒരു വിഷയം എന്നുള്ളത്, നമുക്ക് അമിതമായിട്ടുള്ള വെയിറ്റ് ഉള്ളവർ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗോൾ സ്റ്റോൺസ് അഥവാ പിത്താശയത്തിൽ കല്ലിന്റെ പ്രശ്നം വരാം. അപ്പോൾ അത് ചിലപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ് മുഖേന ഒരു ഫോളോ അപ്പ് അതിനും ആവശ്യം വന്നേക്കാം. അപ്പോൾ വെയിറ്റ് ലോസിൽ ബാധയിലുള്ളവർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഓർക്കുക. നിങ്ങളുടെ ഡോക്ടറുമായി ഡിസ്കസ് ചെയ്ത് ഇതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളോ എന്തെങ്കിലും പരിശോധന വേണമെങ്കിൽ അതും ചെയ്തിട്ട് അതുമായിട്ട് മുന്നോട്ട് നീങ്ങുക. ഇത്ര പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.